തലപതി വിജയ് നായകനാക്കിയിട്ട് വെങ്കട് പ്രഭു അണിയിച്ചൊരുക്കിയിട്ടുള്ള ദ ഗോട്ട് എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ആദ്യ ഷോ 4 മണിക്കുള്ള ഷോ കണ്ടു വന്നേ ഉള്ളൂ. സിനിമയുടെ റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരമാവധി സ്പീഡിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു അന്തരീക്ഷത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് റിവ്യൂ എത്തിക്കുന്നത്. കാര്യം പറ്റുന്നാലും രാവിലത്തെ ഷോ നമുക്കൊരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കണ്ടത്. അപ്പോൾ വീട്ടിലെത്താൻ ഇനിയും സമയം പിടിക്കും. അതുകൊണ്ടാണ് ഇതുപോലൊരു ഓപ്പൺ പ്ലേസിൽ നിന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സിനിമ ഫാൻ ഷോ കാണാൻ പോയതിൽ ഏറ്റവും കൂടുതൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത് സിനിമയിൽ വിജയെ കാണിക്കുന്നതിനേക്കാൾ ഹെവി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു സിനിമയിൽ വിജയുടെ പേര് എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡ്. കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുഗ്രൻ. അത് കാണുമ്പോൾ തന്നെ തിയേറ്റർ വേറെ ലെവലായിരുന്നു, ഒരു പൂരപ്പറമ്പ് പോലെയായിരുന്നു തിയേറ്റർ. ആ ഒരു കാര്യത്തിൽ എന്തായാലും ഇന്നത്തെ ഈ ഒരു ആദ്യ ദിവസത്തെ ഷോ കണ്ടതിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ആളുകൾ സിനിമയിൽ ഗസ്റ്റ് റോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഈ ഒരു സിനിമയിൽ കുറച്ച് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സിനിമ വളരെയധികം നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമ കാണാൻ പോയത്. സിനിമയിലെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ഒരു ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു ടീമിലത്തെ ഒരു അംഗമാണ് നമ്മുടെ വിജയ് ഗാന്ധി എന്നാണ് പേര്. നല്ലൊരു ടീം തന്നെയാണ് ഈ ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറയുന്നത്. നമ്മുടെ ജയറാം, അതുപോലെ തന്നെ പ്രശാന്ത്, പ്രഭുദേവ് എന്നിങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു ടീം അംഗങ്ങളായിട്ടുള്ളത്. ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് മിഷൻസ് ഫിനിഷ് ചെയ്യുന്ന ഒരു സ്ക്വാഡാണ്. നല്ലൊരു ടീം തന്നെയാണ്. അവർ ചെയ്യുന്ന ജോലിയൊക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ടീമിന് തായ്ലാൻഡിലെ ഒരു മിഷൻ കിട്ടുന്നു. അവിടേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് വളരെ യാദൃശ്ചികമായി അല്ലെങ്കിൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ ആകുമ്പോൾ വിജയുടെ കുടുംബത്തെയും കൂട്ടുന്നുണ്ട്. എന്നിട്ട് വിജയ കുടുംബത്തെയുമായിട്ടാണ് പോകുന്നത്. അവിടെ വെച്ചിട്ട് ആ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന അറ്റാക്ക്, അതിലൂടെ നഷ്ടപ്പെടുന്ന മകൻ, പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത്. സിനിമയിലെ പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട സിനിമയിലെ നായകനായിട്ടുള്ള തലപതി വിജയുടെ പെർഫോമൻസ് തന്നെയാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ വിജയ് തന്റെ റോള് അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിലെ ഡാൻസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഫൈറ്റ് ആണെങ്കിലും ശരി, സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ശരി, എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇമോഷൻ സീൻസ് ഒക്കെ നല്ല മെച്ചപ്പെട്ട് വരുന്ന ഒരു നടനായിട്ട് വിജയ് നമുക്ക് കാഴ്ചവെക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയിലെ കുറച്ച് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് സിനിമയിൽ രണ്ടാമത്തെ റോൾ ചെയ്യുന്നത്. അതായത് മകന്റെ റോൾ ചെയ്യുന്ന നമ്മുടെ തലപതി വിജയുടെ ഒരു ലുക്ക് വളരെയധികം ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ലുക്കാണ്. കാരണം അത് അത്രത്തോളം ഒരു ബോറായിട്ടാണ് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തോന്നിയത്. പക്ഷേ സിനിമയിൽ ആ ഒരു ഡി-ഏജിങ് ഫേസ് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ചെറുപ്പത്തിന്റെ ഒരു ചുറുചുറുക്ക്, ഒരു ഫൈറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മുഖം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ത്രസിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു ഫേസിൽ ചെയ്യുമ്പോൾ നമുക്കത് ശരിക്കും ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമയിലെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സിനിമയിലെ BGM കൈകാര്യം ചെയ്തിട്ടുള്ള യുവൻ ശങ്കർ രാജയുടെ BGM ഒരു രക്ഷയില്ല. ചില സീനുകളൊക്കെ എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഹെവി BGM ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൽ ഒരു ചെറിയ ഏജിൽ കാണിക്കുന്ന ഒരു ഫേസ് ഉണ്ട് വിജയുടെ. അതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ബോറായിട്ട് തോന്നി. ഈ ഡി-ഏജിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആണെന്ന് പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു ആ ഒരു മൂന്നാമത്തെ ഏറ്റവും ചെറിയ പ്രായത്തിൽ വരുന്ന ഒരു വിജയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട നെഗറ്റീവ് വശങ്ങൾ, സിനിമയുടെ സംവിധാനം വളരെ ബോർ സംവിധാനമാണ്. അതുപോലെ തന്നെ തിരക്കഥ എന്ന് പറയുന്നത് ഒട്ടും എവിടെയും നമുക്ക് ഒരു തരത്തിലും കണക്ട് ആവാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ തിരക്കഥയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ വേറൊരു നെഗറ്റീവ് വശം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ സ്റ്റന്റ് മാസ്റ്റർ ധൂം സിനിമ കണ്ട് പ്രാന്തായി പോയ ഒരാളാണോ എന്ന് സംശയം തോന്നും. ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് ചേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലൈമാക്സിലും ബൈക്ക് ചേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ പ്രേക്ഷകന നിലയ്ക്ക് നമുക്ക് ബോറടിക്കുന്ന കുറേ സീനുകളും ഈ സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പരമാവധി സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു 5-10 മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒന്നും വർക്കൗട്ട് ആവാത്ത ടെസ്റ്റുകളാണ് ഈ സിനിമയുടേതായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. എന്താണെന്നുള്ളത് സിനിമ കാണുന്ന പ്രേക്ഷകനെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എത്രത്തോളം വലിയൊരു നിസ്സാര ടീമാണെന്ന് അവസാന സമയത്തൊക്കെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ഒരു ചില്ലറ വില്ലന്മാർ വന്നിട്ട് തകർക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് ഇവർ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇത്രയും വലിയ നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്ക്വാഡിനെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. അത്രയും മോശമായിട്ട് തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, സിനിമയിലെ വില്ലൻ വളരെ മോശം അഭിനയം, അതുപോലെ തന്നെ വളരെ മോശം കാസ്റ്റിംഗ് ആണ് ഈ സിനിമയിൽ. വില്ലൻ കഥാപാത്രം ചെയ്ത പുള്ളിയുടെ പേര് എനിക്കറിയില്ല. വളരെ മോശമായിട്ടുള്ള ഒരു കാസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നിയതാണ്. സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സിനിമ ലിയോന്റെ അത്ര പോലും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയണത്. ഇത്തിരി കൂടി മെച്ചപ്പെട്ട ഒരു സിനിമയായിട്ട് ലിയോ ആണ് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമ ക്ലൈമാക്സിൽ നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഒരു നിർത്തേണ്ട ഭാഗത്ത് തന്നെയാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെ നിർത്താതെ രണ്ടാം ഭാഗം വരുന്നുണ്ടെന്നുള്ള സൂചന നൽകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് പക്ക പോറായി. സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നമുക്ക് വരുന്നതും അതുപോലെ തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നിരാശ വരാനും കാരണം ഈ പറയുന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സിനിമ കുറച്ചുകൂടി ആളുകൾക്ക് ഒരു ആവറേജ് ഫീൽ ആയിട്ട് തോന്നും.
ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പോയി കാണാവുന്നതാണ്, അല്ലാത്തവർക്ക് ഒന്ന് ചിന്തിച്ച് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു സിനിമ വളരെ പ്രതീക്ഷയോടെ കാണാൻ പോയതാണ്. 4 മണിക്കൊക്കെ തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയിട്ടാണ് സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എന്തായാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.